ശ്രീ എം എ നിഷാദ്, ഇപ്പോൾ സർക്കാർ ഒരു വലിയ എഫർട്ട് ഈ വിഷയത്തിലെടുക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്കടക്കം മറ്റ് സിനിമാ മേഖലയിൽ കടക്കം മാതൃകയാകുന്ന തരത്തിൽ. അതിനെ തുടർന്നാണ് ഇപ്പോൾ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുന്നത്. പരാതി ലഭിക്കാത്തതായിരുന്നു ഇതിൻ്റെ മുന്നിൽ ഒരു വലിയ പ്രതിസന്ധിയായി രൂപം കൊണ്ടത്. പക്ഷേ ആ പരാതികൾ ലഭിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ അന്വേഷണ സംഘം രൂപീകൃതമായിരിക്കുന്നു. അവരുടെ ആദ്യ യോഗമാണ് നാളെ നടക്കാൻ പോകുന്നത്. പക്ഷേ അമ്മ അവരുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം പ്രവണതകൾ വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സത്യമാണ്. സർക്കാർ വളരെ ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഹേമ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിച്ചത് ഈ സർക്കാരാണ്. ഈ സർക്കാർ എപ്പോഴും സ്ത്രീ സുരക്ഷയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ആ കമ്മിറ്റിയിൽ ആരുടെയൊക്കെ പേരുകൾ ഉണ്ടെന്ന് പോലും പുറത്തു വരാതപ്പോൾ തന്നെ ഒരുപാട് സഹോദരിമാരിങ്ങനെ ആരോപണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് നേരിട്ടുള്ള ദുരനുഭവങ്ങൾ പറയുന്നുണ്ട്. ആ ദുരനുഭവങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ മിഷനറി ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊക്കെ ശ്ലാഘനീയമായ കാര്യങ്ങളാണ്. ആരോപണ വിധേയരായവർ അവരുടെ നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുന്നത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അതിനെപ്പറ്റി നമുക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. അപ്പൊ എല്ലാ ആരോപണങ്ങളും തീർച്ചയായിട്ടും അതിന്റെ നിജസ്ഥിതിയും കൂടി മനസ്സിലാക്കി വേണ്ട രീതിയിൽ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും കേരള സമൂഹത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റു മേഖലകളിലും ഇത്തരം കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ വരണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സിനിമ മാത്രമല്ല എല്ലാ വിഭാഗത്തിലും സ്ത്രീകൾക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ അവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തണം. അവരുടെ ആരുടെയും മാനം നഷ്ടപ്പെടാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി തന്നെ പെരുമാറും സർക്കാർ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് രൂപപ്പെട്ടു വന്നത് ഒരു സ്വാഭാവികമാണ്. പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൻ്റെ ഉപോൽപ്പന്നം എന്ന നിലയിൽ സ്ത്രീ വിരുദ്ധത അതിൻ്റെ ഉള്ളടക്കമായി വരും. അത് നല്ലതെന്നല്ല, അത് തിന്മയാണ്, അതിനെ പരിഷ്കരിക്കുക തന്നെ വേണം. പക്ഷേ ഏതെങ്കിലും വ്യക്തികളെക്കാൾ ഉപരി അത്തരം ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെയല്ലേ പ്രശ്നമായി പലപ്പോഴും വരിക. അപ്പോൾ അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യണ്ടേ എം എ നിഷാദ്? തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഇതില് എല്ലാവരെയും ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സിനിമാ രംഗത്ത് ഇത്തരം ദുഷ്പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്ന ഓരോ അനുഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും അതിന്റെ തെളിവുകളോടുകൂടിയാണല്ലോ എല്ലാവരും സംസാരിക്കുന്നത്. തെളിവില്ലാത്ത കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ കുറ്റാരോപിതരുടെ ഇതുകൂടി കേൾക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ അല്ലെങ്കിൽ ഒരു പരിഷ്കൃത സമൂഹത്തിൽ രണ്ട് വിഭാഗത്തിൽ കുറ്റാരോപിതരുടെയും അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നവരുടെയും രണ്ടുപേരുടെയും സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയ ശേഷം സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ ഇതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്.